കേരളക്കരയാകെ കത്തും. +1 മതിയായ അധിക ബാച്ചുകൾ അനുവദിക്കാത്ത മലപ്പുറത്തിനോട് വിവേചന ഭീകരതയ്ക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കളക്ടറേറ്റ് പടിക്കൽ ഉപവസിക്കുകയും മാർക്ക് ലിസ്റ്റ് കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി KV സഫീർ ഷാ ഉദ്ഘാടനം ചെയ്തു. ശാശ്വതമായ പരിഹാരത്തിന് ഇനിയും സർക്കാർ തയ്യാറായില്ലെങ്കിൽ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ട് ജില്ലയിൽ വ്യാപക പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടിയും ഫ്രട്ടേണിറ്റിയും നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും MLA ഓഫീസുകളിലേക്ക് ജസ്റ്റിസ് വിജിൽ എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. താൽക്കാലിക ബാച്ചുകൾ എന്ന വഞ്ചന തുടരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജനകീയ സദസ്സുകളിലൂടെ സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥ വീഴ്ചകളെയും കുറിച്ച് വിചാരണ ചെയ്യുമെന്നും ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താന്നൂർ പറഞ്ഞു. വുമൺ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് VTS ഉമർ തങ്ങൾ, ജില്ലാ സെക്രട്ടറിമാരായ ഫായിസ് എലങ്കോട്, സുജിത് മങ്കട, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ റമീസ് ചാത്തല്ലൂർ, മുബീൻ മലപ്പുറം, 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും +1 സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥി പ്രതിനിധികളായ ഇസ്മായിൽ, നാദിർ ഷാ തുടങ്ങിയവർ ഉപവാസ സമരത്തിൽ സംസാരിച്ചു. മങ്കട മണ്ഡലം കമ്മിറ്റി അംഗം ഹാദി ചെറുകുളമ്പ്, വേങ്ങര മണ്ഡലം കമ്മിറ്റി അംഗം ഷബീർ അലി ആട്ടീരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഈ വിവേചന ഭീകരത അവസാനിപ്പിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായ കണക്കുകളും വസ്തുതകളുമുള്ള ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു നീതി നിഷേധത്തെക്കുറിച്ച്, ഒരു വിവേചനത്തെക്കുറിച്ച്, ഒരു പുരോഗമന ജനാധിപത്യ നീതി നിഷേധത്തെക്കുറിച്ച് ബോധമുള്ള ഒരു സർക്കാർ ഈ കണക്ക് വെച്ചിട്ട് അത് ഒത്തുനോക്കിയിട്ട് അത് പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാകേണ്ടതാണ്. പക്ഷേ കേരളത്തിലുള്ള സാമൂഹിക ഘടനയിൽ ഇടതുപക്ഷത്തിനുള്ള ഈ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികൾക്കോ നീതി നിഷേധത്തെയോ സാമൂഹികപരമായ ഇത്തരം വിവേചനത്തെക്കുറിച്ചോ സാമൂഹ്യ നീതി ലംഘിക്കപ്പെടുന്ന ഇത്തരം അസമത്വങ്ങളെ കുറിച്ചോ അത് കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ നോക്കിക്കാണുന്നത് എന്നതാണ് ഈ വസ്തുത എന്ന് പറയുന്നത്. വഴങ്ങാൻ തയ്യാറല്ലാത്ത ഒരു ചെറുപ്പം, തന്റെ ഇടമുള്ള ഒരു ചെറുപ്പം, വസ്തുതകൾ മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ നിരന്തരമായിട്ട് ഫീൽഡിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ തയ്യാറുള്ള ആത്മവിശ്വാസമുള്ള തന്റെ ഇടമുള്ള ഒരു ചെറുപ്പം ഇവിടെ കാവലിരിക്കുന്നുണ്ട് എന്നുള്ളത് ഭരണകൂടങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത് നിങ്ങൾ കാണുമ്പോൾ 5 വർഷത്തിന്റെ ഭരണത്തണലിൽ നിങ്ങൾ കാണുമ്പോൾ വഴങ്ങേണ്ടടുത്ത് വഴങ്ങാനും കുമ്പിടടുത്ത് കുമ്പിടാനും ചെയ്യുന്ന പരമ്പരാഗത വിദ്യാർത്ഥി സംഘടനകളല്ലെന്നും നീതി നിഷേധം അവസാനിപ്പിക്കുന്നത് വരെ, സാമൂഹ്യ നീതി പുലരുന്നത് വരെ, ജനാധിപത്യാവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ജീവൻ കൊടുത്തും ഈ പോരാട്ടത്തിൽ നിലയുറപ്പിക്കാൻ തീരുമാനിച്ച ചെറുപ്പത്തിന്റെ പേരാണ് ഫ്രട്ടേണിറ്റി എന്നും വളരെ അർത്ഥശങ്കക്കില്ലാതെ ഞങ്ങൾ പറയാം. സീറ്റ് കിട്ടും, പക്ഷേ സീറ്റ് കിട്ടിയിട്ടില്ല. 70% മാർക്കുണ്ട്. പഠിച്ചത് നിർമ്മേതൊരു സ്കൂളിലാണ്. ഫസ്റ്റ് സെക്കൻഡിലും നോക്കിയിരുന്നത് സീറ്റ് കിട്ടിയിട്ടില്ല. ഒരുപാട് പ്രതീക്ഷിച്ച് പഠിച്ച സ്കൂളിൽ തന്നെ സീറ്റ് കിട്ടണമെന്ന്, ഓടും കിട്ടിയിട്ടില്ല. പിന്നെ കൂടെ പഠിച്ചവർക്കും കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ നിർത്തുകയാണ്.